Assalamu alaikum wa rahmatullahi wa barakatuhu. How are you all, my dear children? I hope all of you are fine and safe at home. Today we are going to start a new, very important chapter, current electricity. Okay, this is chapter number 6. Okay, let us start with the dua. Rabbi yassir wa la tu'assir wa tammim bil khair wa bika nasta'inu ya fattahu Rabbi zidni ilma, Rabbi zidni ilma, Rabbi zidni ilma. Okay, children, are you ready with your book and your pen? Okay, let us start. First of all, what is current? Electricity. What is that? We know that flow of charges is called current. Flow of charges, okay, from one point to another, just the flow of charges is current. This is namakku kariyavana. Okay, in this chapter we will learn the basic terms related to electric current. എന്തൊക്കെയാണ് കറണ്ടുമായിട്ട് ബന്ധപ്പെട്ട വാക്കുകൾ, ടേംസ് എന്തൊക്കെയാണ്? ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നെക്സ്റ്റ് ഹയർ ക്ലാസ്സസിലും നിങ്ങൾക്ക് ഇത് ഒരുപാട് ഉപയോഗപ്രദമായിട്ടുള്ള കാര്യമാണ്. അതുകൊണ്ട് ശ്രദ്ധിച്ചിരിക്കുക. ഓക്കെ, ഇറ്റ്സ് ഈസി ടു അണ്ടർസ്റ്റാൻഡ് ഓൾസോ. എവറിത്തിങ് ഹാസ് എ റീസൺ ബിഹൈൻഡ് ഇറ്റ്, സോ ഇറ്റ് ഈസ് ഈസി ടു അണ്ടർസ്റ്റാൻഡ് ഓൾസോ. ഓക്കെ, ആർ യു റെഡി? അപ്പം ചാർജ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഏതൊക്കെ തരത്തിലുണ്ട്? ചാർജ് എന്ന് പറഞ്ഞാൽ പോസിറ്റീവ് ഉണ്ട്, നെഗറ്റീവ് ഉണ്ട്, അല്ലേ? അപ്പോൾ വി നോ ദാറ്റ് ടു unlike charges, that is a positive charge and a negative charge, they attract each other. അറിയാവോ? Two unlike charges attract each other. Okay, അപ്പോൾ ടു ലൈക്ക് ചാർജസ്, ഇപ്പോൾ ഒരു പോസിറ്റീവ് ചാർജ് എടുത്താൽ അവർ അട്രാക്റ്റ് ചെയ്യോ? ഇല്ല, ദേ റിപ്പൽ ഈച്ച് അതർ. അപ്പോൾ രണ്ട് സെയിം ചാർജസ് ആണെങ്കിൽ they repel each other. രണ്ട് different charges ആണെങ്കിൽ they attract each other. Okay, അത് നമുക്ക് എഴുതാം. Like charges repel each other, unlike charges attract each other. റിപ്പൽ, അട്രാക്റ്റ്. ഇത് ദൂരോട്ട് പോകും, ഇത് അട്രാക്റ്റ് ചെയ്യും. ഓക്കെ, അപ്പോൾ ദിസ് ഈസ് അബൌട്ട് റിപ്പല്ലിംഗ് ആൻഡ് അട്രാക്റ്റിംഗ് ഓഫ് ടു ഡിഫറെൻറ്റ് ചാർജസ്. ഇൻ യുവർ ടെക്സ്റ്റ് ബുക്ക് യു ഹാവ് എ ഫിഗർ 6.1a. It is a picture of a charged electroscope. Let me draw it for you. ഒരു ചാർജ്ഡ് ഇലക്ട്രോസ്കോപ്പ് ആണ്, അല്ലേ? എന്താണ് ആ ചാർജ്ഡ് ഇലക്ട്രോസ്കോപ്പിൻ്റെ പ്രത്യേകത? ദർ ഇസ് എ റോഡ് ഇൻസൈഡ് ദാറ്റ് ഇലക്ട്രോസ്കോപ്പ്. ആ റോഡ് പോസിറ്റീവ്ലി ചാർജ്ഡ് ആണ്. ഓൾറെഡി പോസിറ്റീവ്ലി ചാർജ്ഡ് ആണ്. ദിസ് റോഡ് ഈസ് കണക്റ്റഡ് യൂസിങ് എ സ്വിച്ച് ടു ദ എർത്ത്. This road is connected using a switch. Switch ഇങ്ങനെയാണ് വരയ്ക്കുന്നത്. Using a switch to the earth. But what happens? ആദ്യത്തെ question, is the positive charge moving or static? This charge move ചെയ്യുന്നുണ്ടോ? ഈ പോസിറ്റീവ് ചാർജ് മൂവ് ചെയ്യുന്ന ചാർജ് ആണോ? അല്ല, ഇത് സ്റ്റാറ്റിക് ചാർജ് ആണ്. This charge is static. Okay, now when this switch is closed,
when this switch is closed, what happens to the charge? Charge will ഇങ്ങനെ ഫ്ലോ ചെയ്ത് എർത്തിലോട്ട് പോകും അല്ലേ. ചാർജ് സ്വിച്ച് ക്ലോസ് ചെയ്യുമ്പം പൊട്ടൻഷ്യൽ കുറവാണ് ഇവിടെ, അതുകൊണ്ട് എർത്തിലോട്ട് പോകും. പൊട്ടൻഷ്യൽ കുറവാണ് എർത്തിലെ, 0 പൊട്ടൻഷ്യലാണ്. അപ്പം അതിലോട്ട് ഇങ്ങനെ ഫ്ലോ ചെയ്യും. ഓക്കെ, അപ്പം അതിനെന്താ പറയുന്നത്? ന്യൂട്രലൈസസ് ചാർജ്. വാട്ട് ഹാപ്പൻസ് ടു ദ ചാർജ്? ചാർജ് ന്യൂട്രലൈസസ്. ഇത് ഒന്നാമത്തെ ആൻസർ, ഇത് രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ആൻസർ. ഫസ്റ്റ് വൺ പോസിറ്റീവ് ചാർജ് ആണെന്ന് അറിയാം, അത് സ്റ്റാറ്റിക് ആണെന്നാണ് ഫസ്റ്റ് ക്വസ്റ്റ്യൻ ആൻസർ. സെക്കൻഡ് ക്വസ്റ്റ്യൻ, വാട്ട് ഹാപ്പൻസ് വെൻ ദ സ്വിച്ച് ഈസ് ടേൺഡ് ഓൺ? വെൻ ദ സ്വിച്ച് ഈസ് ടേൺഡ് ഓൺ ദ ചാർജ് ന്യൂട്രലൈസസ്. ഓക്കെ, വിൽ ദ ഫ്ലോ ഓഫ് ചാർജ് ബി സസ്റ്റെയിൻഡ് ഇൻ ദിസ് അറേഞ്ച്മെൻറ്റ്? ഈ ഒരു ഫ്ലോ ഓഫ് ചാർജ് ഇങ്ങനെ സസ്റ്റെയിൻ ചെയ്തുകൊണ്ടേയിരിക്കുമോ, അതോ പെട്ടെന്ന് നിന്നു പോവുമോ? എന്തായിരിക്കും സംഭവിക്കുക? ഈ ഫ്ലോ ഓഫ് ചാർജ് കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ തീർന്നു, പിന്നെ ഫ്ലോ ഓഫ് ചാർജ് ഇല്ല അല്ലേ. അപ്പം ഡസ് നോട്ട് സസ്റ്റെയിൻഡ്. ഫ്ലോ ഓഫ് ചാർജ് ഈസ് നോട്ട് സസ്റ്റെയിൻഡ്. ഫ്ലോ ഓഫ് ചാർജ് ഈസ് നോട്ട് സസ്റ്റെയിൻഡ്. Is not sustained here. Flow of charge is not sustained in this electroscope, which is positively charged. അപ്പോൾ നമുക്ക് സസ്റ്റെയിൻ ചെയ്യുന്ന ഒരു എക്സാമ്പിളും കൂടെ പഠിക്കണ്ടേ? ഇപ്പം ഇവിടെ നമുക്ക് ഫ്ലോ ഓഫ് ചാർജ് എന്ത് ചെയ്യുന്നില്ല, പെട്ടെന്ന് നിന്ന് പോവുകയാണ്, ഇങ്ങനെ നിലനിന്ന് പോകുന്നില്ല, സസ്റ്റെയിൻ ചെയ്ത് കണ്ടിന്യൂസ് ആയിട്ട് പോകുന്നില്ല അല്ലേ. അപ്പോൾ നമുക്ക് കണ്ടിന്യൂസ് ആയിട്ട് പോകാൻ എന്ത് ചെയ്യണം, അത് ആലോചിക്കാം. ഹൗ ടു ഡു ദാറ്റ്? Flow of charge continuous ആയിട്ട് പോവാൻ, go to the next page. You can see a picture. Observe the picture and draw it in your book. You have a cell. ഒരു ബാറ്ററി സെൽ കൊടുത്തിട്ടുണ്ട്, പോസിറ്റീവ് സൈഡും നെഗറ്റീവ് സൈഡും. എന്നിട്ടൊരു സ്വിച്ച് കൊടുത്തിട്ടുണ്ട്, പിന്നെ ഒരു ബൾബ് കൊടുത്തിട്ടുണ്ട്. ബൾബിൻ്റെ സർക്യൂട്ട് സിമ്പിളാണിത്. ഇത് നെഗറ്റീവ് സൈഡ്, ഇത് പോസിറ്റീവ് സൈഡ് ഓഫ് ദ സെൽ. ഇതിന് ബൾബാണ്, ഇതെന്താണ്? സ്വിച്ചാണ്. ഓക്കെ, അപ്പോൾ ഒരു സെല്ല് കൊടുത്തിട്ടുണ്ട്, സെല്ലിൽ നിന്ന് ചാർജ് ഉണ്ടാവും സെല്ലിൽ. ഓക്കെ, പോസിറ്റീവും നെഗറ്റീവും. നമ്മളിവിടെ ഒരു സ്വിച്ച് കൊടുത്തിട്ടുണ്ട്, ഒരു ബൾബ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ദ ക്വസ്റ്റ്യൻ ഈസ്, വിൽ ദ ഫ്ലോ ഓഫ് ഇലക്ട്രിക് കറണ്ട് ബി സസ്റ്റെയിൻഡ് ഇൻ ദിസ് സർക്യൂട്ട്? അതാണ് നമ്മുടെ ചോദ്യം. വെൻ ദ സ്വിച്ച് ഈസ് ടേൺഡ് ഓൺ, വാട്ട് ഹാപ്പൻസ്? വെൻ ദ സ്വിച്ച് ഈസ് ടേൺഡ് ഓൺ, വാട്ട് ഹാപ്പൻസ്? സെല്ലിൽ നിന്ന് ചാർജസ് ഇങ്ങനെ ഫ്ലോ ചെയ്യും അല്ലേ. സെല്ലിൽ നിന്ന് ചാർജസ് ഫ്ലോ ചെയ്ത് കണ്ടിന്യൂസ് ആയിട്ടൊരു ലൂപ്പ് ക്രിയേറ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത് അല്ലേ. അപ്പം ഈ ബൾബ് എന്ത് ചെയ്യും? ബൾബ് ഗ്ലോ ചെയ്യും. ബൾബ് ക്യാൻ ഗ്ലോ കണ്ടിന്യൂസ്ലി വെൻ എ സെൽ ഈസ് കെപ്റ്റ്. കേട്ടോ, ബൾബ് ക്യാൻ ഗ്ലോ കണ്ടിന്യൂസ്ലി. പെട്ടെന്ന് ഇങ്ങനെ നിന്ന് പോകത്തൊന്നുമില്ല, കാരണം ഇവിടെ ചാർജിന് ഇങ്ങനെ ഒരു ലൂപ്പ് ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. ചാർജിൽ നിന്ന് ഇവിടെ നിന്ന് ഇങ്ങനെ വന്ന് ബൾബ് ഗ്ലോ ചെയ്ത് ചാർജ് തിരിച്ചു പോകുന്നുണ്ട് അല്ലേ. അപ്പം കണ്ടിന്യൂസ് ഫ്ലോ ഓഫ് ചാർജസ് ഉള്ളത് കൊണ്ട് ബൾബ് ഗ്ലോ ചെയ്യുന്നുണ്ട്. അപ്പോൾ വാട്ട് ഈസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ ദ ഫസ്റ്റ് electroscope and this cell? In the first experiment അല്ലെങ്കിൽ the first flow of current is in a short time interval. വളരെ ഷോർട്ട് ടൈം ഇൻ്റർവെല്ലിൽ മാത്രമേ കറണ്ട് ഫ്ലോ ചെയ്യുന്നുള്ളൂ ഫസ്റ്റിൽ. പിന്നെ സെക്കൻഡിലോ ഇൻ ദിസ് ഇറ്റ് ഈസ് എ കണ്ടിന്യൂവസ് ഫ്ലോ ഓഫ് കറണ്ട്. ഇൻ ദിസ് സർക്യൂട്ട് അല്ലെങ്കിൽ ഇൻ ദിസ് എക്സ്പെരിമെൻറ്റ് ദർ ഈസ് എ കണ്ടിന്യൂവസ് ഫ്ലോ ഓഫ് കറണ്ട്. ഇത് ഞാൻ പറയുന്നതെല്ലാം എഴുതിയെടുക്കണം. ദർ ഈസ് എ കണ്ടിന്യൂവസ് ഫ്ലോ ഓഫ് കറണ്ട് when we connect a bulb to a cell. Okay, ഇനി കറണ്ട് എന്ന് പറഞ്ഞാൽ മോഷൻ ഓഫ് ചാർജസ് ക്രിയേറ്റ്സ് കറണ്ട് അല്ലേ. മോഷൻ ഓഫ് ചാർജസ് ക്രിയേറ്റ്സ് കറണ്ട്. ഐ എം ടേക്കിംഗ് ഇറ്റ് സ്ലോലി. Write it with me. Motion of charges creates current. ഇത് എഴുതിയെടുത്തു. അപ്പോൾ കറണ്ട് എന്താണ്? ചാർജസിൻ്റെ മൂവ്മെൻ്റ് ആണ് അല്ലേ.
അപ്പം കറണ്ട് ഈസ് ഫോംഡ് ഇൻ കണ്ടക്ടേഴ്സ്. കണ്ടക്ടേഴ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഇപ്പം ഏതെങ്കിലും ഒരു കോപ്പർ വയർ, അതൊരു കണ്ടക്ടർ അല്ലേ? ആണ്. അപ്പോൾ കറണ്ട് പാസ് ചെയ്യാൻ സഹായിക്കുന്ന മെറ്റൽസ്, അതേപോലത്തെ വസ്തുക്കൾ, ഓബ്ജക്ട്സ് ഇൻ വിച്ച് കറണ്ട് പാസസ് ത്രൂ ഇറ്റ്, അതിനെയാണ് നമ്മൾ കണ്ടക്ടർ എന്ന് വിളിക്കുന്നത്. അപ്പോൾ ഈ കറണ്ട് ഈസ് ഫോംഡ് ഇൻ കണ്ടക്ടേഴ്സ് ബൈ ദ ഫ്ലോ ഓഫ് ഇലക്ട്രോൺസ്. അപ്പോൾ ഇലക്ട്രോൺസ് എന്ത് ചെയ്യണം? ഒരു സ്ഥലത്ത് നിന്ന് വേറൊരു സ്ഥലത്തോട്ട് കണ്ടക്ടേഴ്സിൽ ഫ്ലോ ചെയ്യണം. അപ്പം ഈ ഇലക്ട്രോൺസ് ഫ്ലോ ചെയ്യണമെങ്കിൽ അവർ ഫ്രീ ഇലക്ട്രോൺസ് ആയിരിക്കണം. അതായത് അവർ ബന്ധിച്ച ഇലക്ട്രോൺസ് ആയാൽ അവർക്ക് ഫ്ലോ ചെയ്യാൻ കഴിയില്ല. ദെയർ മസ്റ്റ് ബി മൂവ്മെൻറ്റ് ഓഫ് ഫ്രീ ഇലക്ട്രോൺസ്. ഓക്കെ, അപ്പം ഫോർ കറണ്ട് ടു പാസ് ദെയർ മസ്റ്റ് ബി ഫ്ലോ ഓഫ് ഫ്രീ ഇലക്ട്രോൺസ് ഇൻ ദ കണ്ടക്ടർ. അപ്പോൾ ഫ്ലോ ഓഫ് ഫ്രീ ഇലക്ട്രോൺസ് എന്ന് എഴുതാം. ഫ്ലോ ഓഫ് ഫ്രീ ഇലക്ട്രോൺസ് ഇൻ ദ കണ്ടക്ടർ. ഇത് നിർബന്ധമായിട്ടും വേണം അല്ലേ? ഇലക്ട്രോൺസിൻ്റെ ഫ്ലോ ഉണ്ടാവണം. അപ്പം ഇലക്ട്രോൺസിൻ്റെ ഫ്ലോ എങ്ങനെയാണ് സംഭവിക്കുന്നത്? ഹൗ ഡസ് ഇലക്ട്രോൺസ് ഫ്ലോ? വെറുതെ ഒരു സ്ഥലത്ത് നിന്ന് വേറൊരു സ്ഥലത്തോട്ട് പോവുകയാണോ ചെയ്യുന്നത്? അതിന് എന്തെങ്കിലും ഒരു കാര്യം കാണത്തില്ലേ? എന്തെങ്കിലും ഒരു ക്രൈറ്റീരിയ കാണത്തില്ലേ ഫ്ലോ ഓഫ് ഇലക്ട്രോൺസിന്? എന്തായിരിക്കും? ഫോർ എനിത്തിങ് ടു ഫ്ലോ, സപ്പോസ് യു ആർ ടേക്കിംഗ് എ ഫ്ലോ ഓഫ് വാട്ടർ ഫ്രം വൺ കണ്ടെയ്നർ ടു അനദർ കണ്ടെയ്നർ. ഒരു എക്സാമ്പിൾ എടുക്കുകയാണ് റാൻഡം. ഒരു കണ്ടെയ്നർ ഇവിടെ ഉണ്ട്, ഒരു കണ്ടെയ്നർ ഇവിടെ ഉണ്ട്. ഓക്കെ, ഓക്കെ. അപ്പം വാട്ടർ ഇൻ കണ്ടെയ്നർ എ ഈസ് അറ്റ് ഹയർ പ്ലേസ്. വാട്ടർ ഇൻ കണ്ടെയ്നർ ബി water gets filled from higher place, higher level to lower level. അറിയില്ലേ? വാട്ടർ എപ്പോഴും ഹയർ പൊട്ടൻഷ്യലിൽ നിന്ന്, പൊട്ടൻഷ്യൽ എനർജി ഇവിടെ കൂടുതലായിരിക്കും, ഹയർ പൊട്ടൻഷ്യലിൽ നിന്ന് ലോവർ പൊട്ടൻഷ്യലിലോട്ടാണ് വാട്ടർ ഫ്ലോ ചെയ്യുന്നത് അല്ലേ? വേറൊരു എക്സാമ്പിൾ പറ. ഫ്ലോ ഓഫ് സംതിങ്. ഫ്ലോ ഓഫ് ഹീറ്റ് എങ്ങനെയാണ്? ചൂട് കൂടിയ സ്ഥലത്ത് നിന്ന് ചൂട് കുറഞ്ഞ സ്ഥലത്തിലോട്ടാണ് പോകുന്നത്. എപ്പോഴും ഫ്രം എ ഹയർ ടെമ്പറേച്ചർ ടു എ ലോവർ ടെമ്പറേച്ചർ. ഫ്ലോ ഓഫ് വാട്ടർ എങ്ങനെയാണ്? ഹയർ ലെവൽ ടു എ ലോവർ ലെവൽ. അപ്പോൾ ഫ്ലോ ഓഫ് ഹീറ്റ് എങ്ങനെയാണ്? ഹയർ ടെമ്പറേച്ചർ ടു എ ലോവർ ടെമ്പറേച്ചർ. എഴുതിക്കോ. ഫ്ലോ ഓഫ് വാട്ടർ ഹയർ ലെവൽ ടു ലോവർ ലെവൽ. അപ്പോൾ ഫ്ലോ ഓഫ് ഹീറ്റോ? ഫ്ലോ ഓഫ് ഹീറ്റ് higher temperature to a lower temperature. Higher temperature to lower temperature. Higher temperature to lower temperature. അപ്പോൾ ഫ്ലോ ഓഫ് വാട്ടറും ഫ്ലോ ഓഫ് ഹീറ്റും ഞാൻ പറഞ്ഞു. പിന്നെ ബോൾ ഫോളിംഗ് ഡൗൺ. ഒരു ഹയർ ലെവലിൽ നിന്ന് ലോവർ ലെവലിലോട്ടാണ് ബോൾ ഫ്ലോ ചെയ്യുന്നത് അല്ലേ? അവിടെയും പൊട്ടൻഷ്യൽ എനർജി കൂടുതലായിരിക്കും മുകളിൽ, താഴെ പൊട്ടൻഷ്യൽ എനർജി കുറവായിരിക്കും, അങ്ങനെയായിരിക്കും വീഴുന്നത്. ഇനി എയറിൻ്റെ ഫ്ലോ എങ്ങനെയാണ്? ഈ വിൻഡൊക്കെ വരുന്നത് എങ്ങനെയാണ്? എയറിൻ്റെ ഫ്ലോയും ഫ്രം എ റീജിയൻ ഓഫ് ഹയർ പ്രഷർ ടു എ റീജിയൻ ഓഫ് ലോവർ പ്രഷറാണ്. ഹൈ പ്രഷർ റീജിയനിൽ നിന്ന് ലോവർ പ്രഷർ റീജിയനിലോട്ടാണ് എയറും ഫ്ലോ ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് പറയാം എവ്രിതിങ് ടു ഫ്ലോ ദെയർ മസ്റ്റ് ബി എ ഹയർ പൊട്ടൻഷ്യൽ ആൻഡ് എ ലോവർ പൊട്ടൻഷ്യൽ. അതായത് ഒരു ഡിഫറൻസ് വേണം, എന്നാലേ ഫ്ലോ ചെയ്യത്തുള്ളൂ. ഇതിനൊരു ബെസ്റ്റ് എക്സാമ്പിളാണ് നമ്മളുടെ കൊടുത്തേക്കുന്ന രണ്ട് ഫിഗേഴ്സ് 6.3 എയും 6.3 ബിയും. ഒന്ന് നോക്കിക്കേ, വളരെ എളുപ്പത്തിൽ നമ്മൾക്ക് മനസ്സിലാക്കാൻ കഴിയും. നിങ്ങൾക്ക് തന്നെ യു ക്യാൻ സീ ദ ആൻസർ. ഐ ആം ഡ്രോയിങ് 2 പിക്ചേഴ്സ്. ഒരു യു ഷേപ്പ് ട്യൂബുണ്ട്. ഈ ട്യൂബിൻ്റെ ഇവിടെ ഒരു വാൽവ് ഉണ്ട്. ഇത് എ, ഇത് ബി. ഇവിടെ വാട്ടർ ലെവൽ ഓഫ് എ ഈസ് ഹയർ ആൻഡ് വാട്ടർ ലെവൽ ഓഫ് ബി ഈസ് ലോവർ.
In the second case, similarly ഒരു ട്യൂബ് ഉണ്ട്. There is a valve. Water level of A is same as water level of B. Okay, ഇവിടെ A എന്ന് പറയുന്ന ട്യൂബിൽ ഹയർ വാട്ടർ ലെവൽ ഉണ്ട്, ഇവിടെ ലോവർ വാട്ടർ ലെവൽ. വാട്ട് ഡു യു തിങ്ക്, ഏത് സ്ഥലത്തോട്ടാണ് മൂവ്മെൻറ്റ് ഓഫ് വാട്ടർ ഉണ്ടാകുന്നത്? ഏത് പിക്ചറിലാണ് മൂവ്മെൻറ്റ് ഓഫ് വാട്ടർ ഉണ്ടാകുന്നത്? ഫോർ ദ വാട്ടർ ടു മൂവ് ദർ മസ്റ്റ് ബി ഡിഫറൻസ് ഇൻ ദ ലെവൽസ്, പൊട്ടൻഷ്യൽസ്, ഗ്രാവിറ്റേഷണൽ പൊട്ടൻഷ്യൽസിന് ഡിഫറൻസ് വേണം. ഇവിടെ അതുള്ളൂ അല്ലേ? അപ്പം ഹയർ ലെവലിൽ നിന്ന് ലോവർ ലെവലിലോട്ട് വാട്ടർ മൂവ് ചെയ്യും, എന്നിട്ട് അവർ യൂണിഫോം ആവും. അപ്പം വാൽവ് ഓപ്പൺ ചെയ്താൽ ഹയർ പൊട്ടൻഷ്യൽ ടു ലോവർ പൊട്ടൻഷ്യൽ, water flows in the first case. In the second case, water does not flow because there is no potential difference. ഇതിനെ എന്ത് വിളിക്കും? ഗ്രാവിറ്റേഷണൽ പൊട്ടൻഷ്യൽ ഡിഫറൻസ് ആണ് ഇവിടെ. ഗ്രാവിറ്റേഷണൽ പൊട്ടൻഷ്യൽ ഡിഫറൻസ്. ഗ്രാവിറ്റേഷണൽ പൊട്ടൻഷ്യൽ ഡിഫറൻസ്. ഓക്കെ, ഇവിടെ അതുണ്ട്, ഗ്രാവിറ്റേഷണൽ പൊട്ടൻഷ്യൽ ഡിഫറൻസ് ഇവിടെ ഇല്ല, അത് സെയിം ആണ് അവിടെ. ഇതേപോലെ ഇറ്റ് ഈസ് ഡ്യൂ ടു ദ ഡിഫറൻസ് ഇൻ എനർജി ലെവൽ ഓർ ഡ്യൂ ടു ദ ഡിഫറൻസ് ഇൻ ഗ്രാവിറ്റേഷണൽ പൊട്ടൻഷ്യൽ ദാറ്റ് ഫ്ലോ ഓഫ് വാട്ടർ ഈസ് പോസിബിൾ ഹിയർ. അത് മനസ്സിലായില്ലേ? യെസ്. അപ്പം ഇതേപോലെ ഞാനൊരു സർക്യൂട്ടിൽ കൊടുക്കുകയാണ്. ഒരു സർക്യൂട്ടിലാണ് നമുക്ക് ആവശ്യം, ഇത് റിയൽ ലൈഫാണ്. ഇനി ഞാനൊരു സർക്യൂട്ടിൽ കൊടുക്കുകയാണ്. വാട്ട് ഹാപ്പൻസ്? I am taking a wire of length of some length and I am giving a switch here and it is connected to a bulb. When the switch is closed, what happens? ശ്രദ്ധിച്ച് കേൾക്കുക. വെറുതെ ഒരു വയറേ കൊടുത്തിട്ടുള്ളൂ. ഞാൻ സെല്ല് കൊടുത്തോ? ഇല്ല. ഇത് തമ്മിൽ എന്തെങ്കിലും കണക്ഷൻ ഉണ്ടോ? ഓപ്പൺ സർക്യൂട്ടാണല്ലേ. പിയും ക്യൂവും തമ്മിൽ കണക്ഷൻ ഉണ്ടോ? ഇല്ല. എന്തെങ്കിലും ഒരു സോഴ്സ് ഉണ്ടോ? ഇല്ല, ഒന്നുമില്ല. സ്വിച്ച് ക്ലോസ് ചെയ്താൽ ബൾബ് ഗ്ലോ ചെയ്യോ? ഇല്ല. വൈ? ബിക്കോസ് ദർ ഇസ് നോ പൊട്ടൻഷ്യൽ ഡിഫറൻസ് ബിറ്റ്വീൻ പി ആൻഡ് ക്യൂ. പി ആൻഡ് ക്യൂവിൽ തമ്മിൽ എന്തെങ്കിലും പൊട്ടൻഷ്യൽ ഡിഫറൻസ് വന്നാലല്ലേ ചാർജ് ഫ്ലോ ചെയ്യത്തുള്ളൂ, എന്നാലല്ലേ ബൾബ് ഗ്ലോ ചെയ്യത്തുള്ളൂ. ദർ ഇസ് നോ പൊട്ടൻഷ്യൽ ഡിഫറൻസ്. between P and Q. I hope you understood. So bulb will not glow. Bulb will not glow because there is no potential difference between P and Q. Bulb will not glow. But there should be a potential difference between 2 points of a conductor if there is to be a flow of current between them. There must be a potential difference between 2 points of a conductor if there is to be a flow of current between them. അപ്പോൾ കറണ്ട് ഫ്ലോ ചെയ്യണമെങ്കിൽ there must be potential difference എന്നാണ് പറഞ്ഞത്. അപ്പോൾ കറണ്ട് ഫ്ലോ ചെയ്യുന്നത് ഹയർ ഇലക്ട്രിക് പൊട്ടൻഷ്യൽ ടു ലോവർ ഇലക്ട്രിക് പൊട്ടൻഷ്യൽ ആണ്. ദ കറണ്ട് ഫ്ലോസ് ഫ്രം എ ഹയർ ഇലക്ട്രിക് പൊട്ടൻഷ്യൽ ടു എ ലോവർ ഇലക്ട്രിക് പൊട്ടൻഷ്യൽ. അപ്പോൾ ഈ ഇലക്ട്രിക് പൊട്ടൻഷ്യൽ എന്താണെന്ന് പറയണ്ടേ? യെസ്. ഇലക്ട്രിക് പൊട്ടൻഷ്യൽ എന്ന് പറഞ്ഞാൽ ആദ്യം ഹയർ ഇലക്ട്രിക് പൊട്ടൻഷ്യൽ ടു ലോവർ ഇലക്ട്രിക് പൊട്ടൻഷ്യൽ ആണെങ്കിൽ മാത്രമേ കറണ്ട് ഫ്ലോ ചെയ്യത്തുള്ളൂ അല്ലേ? അതെഴുതുക. പിന്നെ നമുക്ക് പറയാനുള്ളത് പൊട്ടൻഷ്യൽ ഹയർ ടു ലോവർ എന്ന് പറഞ്ഞാൽ എന്താ അതിൻ്റെ മീനിങ്? ദർ ഈസ് എ പൊട്ടൻഷ്യൽ ഡിഫറൻസ്. സോ പൊട്ടൻഷ്യൽ ഡിഫറൻസ് എന്ന് പറഞ്ഞാൽ അതിനൊരു ഡെഫിനിഷൻ ഉണ്ട്, അതിനൊരു യൂണിറ്റ് ഉണ്ട്. ഓക്കെ, യൂണിറ്റ് ഓഫ് പൊട്ടൻഷ്യൽ ഡിഫറൻസ് ഈസ് വോൾട്ട്. യൂണിറ്റ് ഓഫ് പൊട്ടൻഷ്യൽ ഡിഫറൻസ് ഈസ് വോൾട്ട്.
ഓക്കെ. അപ്പോൾ യൂണിറ്റ് ഓഫ് പൊട്ടൻഷ്യൽ ഡിഫറൻസ് ഈസ് വോൾട്ട്. വി എന്ന് പറയാം, വി എന്നാണ് അത് എഴുതുന്നത്. ഓക്കെ, യൂണിറ്റ് വോൾട്ടാണ്. ആൻഡ് ഈ വോൾട്ട് അല്ലെങ്കിൽ പൊട്ടൻഷ്യൽ ഡിഫറൻസ് കണ്ടുപിടിക്കാൻ ഒരു ഉപകരണമുണ്ട്. വോൾട്ട് മീറ്റർ എന്ന് പറയുന്ന ഒരു ഉപകരണമാണ്. വോൾട്ട് അല്ലെങ്കിൽ പൊട്ടൻഷ്യൽ ഡിഫറൻസ് നമുക്ക് മനസ്സിലാക്കാൻ സഹായിക്കുന്ന ഡിവൈസ്. വോൾട്ട് മീറ്റർ ഈസ് എ ഡിവൈസ് ടു മെഷർ ദ പൊട്ടൻഷ്യൽ ഡിഫറൻസ് ബിറ്റ്വീൻ 2 പോയിൻറ്റ്സ്. വോൾട്ട് മീറ്റർ ഈ വോൾട്ട് മീറ്റർ എങ്ങനെയാണ് കണക്ട് ചെയ്യുന്നത് ഒരു സർക്യൂട്ടിൽ? അപ്പം ഒരു ബൾബ് ഉണ്ടെന്ന് വിചാരിച്ചോ. ഈ ബൾബിന് അക്രോസ് ആയിട്ട് എനിക്ക് ഇത്ര വോൾട്ട് ഉണ്ടെന്ന് അറിയണമെങ്കിൽ എന്ത് ചെയ്യണം? ഒരു വോൾട്ട് മീറ്റർ ബൾബിന് പാരലായിട്ട് കണക്ട് ചെയ്യണം. പാരലലി കണക്റ്റ് വോൾട്ട് മീറ്റർ. ഇത് ഇമ്പോർട്ടൻ്റ് ആണ്. എപ്പോഴും വോൾട്ട് മീറ്റർ ബൾബുമായിട്ട് പാരലലി കണക്ട് ചെയ്യണം. അതിൻ്റെ കൂടെ കണക്ട് ചെയ്യരുത്. അതായത് ഒരാൾ പാരലലിൻ്റെ ഓപ്പോസിറ്റ് സീരീസാണ്. ബൾബിന് സീരീസ് ആയിട്ട് കണക്ട് ചെയ്താൽ നേർക്ക് നേരെ കണക്ട് ചെയ്യണം. ഇതാണ് സീരീസ് കണക്ഷൻ. ഇതാണ് പാരലൽ കണക്ഷൻ. അതായത് ഇവിടെ നിന്നൊരു വയർ എടുക്കുക, ഇവിടെ നിന്ന് ഒരു 2 അറ്റത്തിൽ നിന്നും ഓരോ പോയിൻ്റ് എടുക്കുക. ആ പോയിന്റിൽ നിന്നാണ് നമ്മൾ വോൾട്ടിൻ്റെ പ്ലസും നെഗറ്റീവും വയേഴ്സ് വെച്ച് കണക്ട് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ വോൾട്ട് മീറ്റർ എന്ന് പറയുന്നത് എന്താണ്? പാരലലി കണക്ട് ചെയ്തിട്ടാണ് നമ്മൾ കണ്ടുപിടിക്കുന്നത്. വൈ? ബിക്കോസ് പൊട്ടൻഷ്യൽ ഈസ് ഓൾവേസ് അക്രോസ് ദ കണ്ടക്ടർ. ഒരു കണ്ടക്ടറിന് അക്രോസ് ആയിട്ട് നമ്മൾ പൊട്ടൻഷ്യൽ ഡിഫറൻസ് കണക്ക് കൂട്ടത്തുള്ളൂ. പൊട്ടൻഷ്യൽ ഈസ് ഓൾവേസ് അക്രോസ് ദ കണ്ടക്ടർ. അതുകൊണ്ടാണ് പാരലലി വോൾട്ട് മീറ്റർ കണക്ട് ചെയ്യുന്നത്. നൗ ഹൗ ടു ഡിഫൈൻ 1 വോൾട്ട്? ടു ഡിഫൈൻ 1 വോൾട്ട്, 1 വോൾട്ടിൻ്റെ ഡെഫിനിഷൻ എന്താണ്? എഴുതിക്കോ. 1 വോൾട്ട്, VOLT, വോൾട്ട്. ഓക്കെ, 1 വോൾട്ടിൻ്റെ ഡെഫിനിഷൻ എങ്ങനെ പറയും? ദർ ഈസ് ഒ ചാർജ്, 1 കൂളംബ് ചാർജ് ഉണ്ട് കേട്ടോ. 1 കൂളംബ് ചാർജ് ഉണ്ട്. ഈ 1 കൂളംബ് ചാർജിനെ എനിക്ക് ഈ സ്ഥലത്ത് നിന്ന് വേറൊരു സ്ഥലത്തോട്ട് എനിക്ക് കൊണ്ടുപോകണം. ഓക്കെ, ഐ ആം ഗോയിങ് ടു മൂവ് ദിസ് 1 കൂളംബ് ഓഫ് ചാർജ് ഫ്രം 1 പ്ലേസ് ടു അനദർ. ഓക്കെ, അപ്പോൾ എനിക്കത് അവിടെ നിന്ന് അങ്ങോട്ട് കൊണ്ടുപോകണമെങ്കിൽ ഐ ഹാവ് ടു ഡു എ വർക്ക് അല്ലേ? വർക്ക് ചെയ്യണം. ആ വർക്കിനെ ഞാൻ 1 ജൂൾ ഓഫ് വർക്ക് എന്നാണ് പറയുന്നത്. 1 ജൂൾ ഓഫ് വർക്ക്. ജൂൾ എന്ന് പറഞ്ഞാൽ എനർജിയുടെ യൂണിറ്റ് അല്ലേ? വർക്കിൻ്റെയും എനർജിയുടെയൊക്കെ യൂണിറ്റാണ് ജൂള്. ഓക്കെ, സോ ഫോർ മൂവിങ് 1 കൂളംബ് ഓഫ് ചാർജ് ഫ്രം 1 പ്ലേസ് ടു അനദർ I am doing a work of 1 joule. Okay, then the potential difference between the points is 1 volt. Then the potential difference between the points is 1 volt. അപ്പോൾ നമ്മൾക്ക് ഡെഫിനിഷൻ എങ്ങനെ എഴുതുന്നതെന്ന് പറഞ്ഞാൽ, if 1 joule of work is done to move a charge of 1 coulomb from 1 place to another, then the potential difference is said to be 1 volt. ഞാൻ പറഞ്ഞത് അതുപോലെ എഴുതുക. If 1 joule of work is done to move a charge of 1 coulomb from 1 place to another, then the potential difference between the points is 1 volt. അപ്പോൾ 1 വോൾട്ടിൻ്റെ ഡെഫിനിഷൻ പറഞ്ഞ് എഴുതിയോ? ഓക്കെ, ഇറ്റ്സ് ദെയർ ഇൻ യുവർ ടെക്സ്റ്റ് ബുക്ക് ഓൾസോ. അപ്പം ഇന്നത്തെ ക്ലാസ്സിൽ നമുക്ക് എന്തൊക്കെയാണെന്ന് പഠിച്ചത്? നമ്മൾ ഫ്ലോ ഓഫ് കറണ്ട് ഏത് രീതിയിലാണ്, അത് കണ്ടിന്യൂസ് ആയിട്ട് ഫ്ലോ ചെയ്യണമെങ്കിൽ എന്ത് വേണം? ഡിഫറൻസ് ഇൻ പൊട്ടൻഷ്യൽ വേണമെന്ന് മനസ്സിലായി. ഓക്കെ, ഡിഫറൻസ് ഇൻ പൊട്ടൻഷ്യലിനെ നമ്മൾ വോൾട്ടായിട്ടാണ് പറയുന്നത്. വോൾട്ട് എന്ന് പറഞ്ഞാൽ ഡെഫിനിഷൻ എന്താണ്? 1 കൂളംബ് ഓഫ് ചാർജ് ഒരു സ്ഥലത്തു നിന്ന് വേറെ സ്ഥലത്തോട്ട് പോകാൻ 1 ജൂൾ ഓഫ് വർക്കാണ് കൊടുക്കുന്നതെങ്കിൽ അവിടെ 2 പോയിൻറ്റുകൾ തമ്മിലുള്ള പൊട്ടൻഷ്യൽ ഡിഫറൻസിനെയാണ് 1 വോൾട്ട് എന്ന് നമ്മൾ പറയുന്നത്. അപ്പോൾ ഈ ക്ലാസ്സിൽ നിങ്ങൾക്ക് പഠിക്കാനുള്ളത് ഒക്കെ നിങ്ങൾക്ക് മനസ്സിലായെന്ന് ഞാൻ വിചാരിക്കുന്നു. I hope you will write the notes, and if you have any doubts, please ask me. Okay, see you in the next class. Assalamu alaikum wa rahmatullahi wa barakatuh.